ഹലോ, ഗുഡ് ടാഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെയ്ബൻസാറ്റ്സ് കൺജങ്ഷൻസ് ആയത് വൈൽ അല്ലെങ്കിൽ ദ എന്ന് പറയുന്നതാണ്. ഓക്കെ, വൈൽ ദ ഒക്കെ. ദേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അഡോസുവിലെ ദേൻ. ഈ മൂന്നിൻ്റെ മീനിങ് വരുന്നത് ബിക്കോസ് എന്നാണ്. ബിക്കോസ്. ഓക്കെ, ദേൻ എന്നുള്ള കോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി A1 കവർ ചെയ്താണ്. അപ്പോൾ A2 നമുക്കുള്ള വൈൽ ദ. ഓക്കെ, അപ്പോൾ A1 നിന്ന് A2ലേക്ക് ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ വൈലായിരിക്കും ഇനി ബിക്കോസിന് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് നെയ്ബൻസാറ്റ്സ് കൺജങ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നെയ്ബൻസാറ്റ്സ് എന്താണെന്ന് നോക്കണ്ടേ. ഹൗപ്സാറ്റ്സ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് എന്നുള്ളതാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ നമുക്ക് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട് അല്ലേ. അത് തന്നെയാണ് ജർമ്മനിലെ ഹൗപ്സാറ്റ്സും നെയ്ബൻസാറ്റ്സ്. ഹൗപ്സാറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസ്, നെയ്ബൻസാറ്റ്സ് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസ്. ഈ നെയ്ബൻസാറ്റ്സിൻ്റെ എന്താണ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ അത് ഹൗപ്സാറ്റ്സിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ, അതിൻ്റെ കാരണം പറയുകയാണ് നെയ്ബൻസാറ്റ്സ് ചെയ്യുന്നത്. ഹൗപ്സാറ്റ്സിൻ്റെ കാരണം പറയുകയാണ് നെയ്ബൻസാറ്റ്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൗപ്സാറ്റ്സ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളതാണ്. പക്ഷെ നെയ്ബൻസാറ്റ്സ് ഹൗപ്സാറ്റ്സിൻ്റെ കാരണമാണ് പറയുന്നത്. അതുകൊണ്ട് നെയ്ബൻസാറ്റ്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, ഐ ലേൺ ജർമ്മൻ ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ജർമ്മനി. അപ്പോൾ ഐ ലേൺ ജർമ്മൻ എന്നുള്ളത് ഹൗപ്സാറ്റ്സാണ്. ഞാൻ ജർമ്മൻ പഠിക്കുന്നു. അതിപ്പോൾ നമ്മൾ ആരോട് പോയി പറഞ്ഞാലും അവിടെ സെൻറ്റൻസ് മീനിങ് എല്ലാം ക്ലിയർ ആണ്. ഐ ലേൺ ജർമ്മൻ, ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ജർമ്മനി എന്നൊരാളോട് പോയി പറയാം, ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ജർമ്മനി. അപ്പോൾ ആൾ ചോദിക്കും എന്തുകൊണ്ട്, ഫോർ വാട്ട് അല്ലേ. ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ജർമ്മനി, ഫോർ വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഇൻകംപ്ലീറ്റ് ആണ്. എനിക്ക് ജർമ്മനിക്ക് പോകണം, കാരണം എനിക്ക് ജർമ്മനിക്ക് പോകണം, എന്ത് കാരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ബിക്കോസ് ഐ വോണ്ട് ടു ഗോ ടു ജർമ്മനി എന്നുള്ളത് കംപ്ലീറ്റ് അല്ല. ബട്ട് ഐ ലേൺ ജർമ്മൻ എന്ന ഒരാളോട് പോയി പറഞ്ഞാൽ നമുക്കവിടെ കംപ്ലീറ്റ് ആണ്. കാരണം ഐ ലേൺ ജർമ്മൻ എന്നുള്ള ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. ഓക്കെ, അപ്പം എടുത്തോ കൺജങ്ഷൻ വൈൽ. വൈൽ മീനിങ് ബിക്കോസ്, ദ മീനിങ് ബിക്കോസ്, ദേൻ മീനിങ് ബിക്കോസ്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന വൈലും ദായുമാണ്. ദേ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റ്സ് ബോ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, ദെൻ വെർബ്, ദെൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഇതായിരിക്കും ഹൗപ്സാറ്റ്സ്. ഓക്കെ, ദിസ് ഈസ് ദ ഹൗപ്സാറ്റ്സ്. ആദ്യം നമ്മൾ ഹൗപ്സാറ്റ്സ് എഴുതി. ദെൻ കംസ് നെയ്ബൻസാറ്റ്സ്, അതായത് ഒരു കോമയിൽ തുടങ്ങും. ദെൻ വൈൽ, സബ്ജക്റ്റ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പം നെയ്ബൻസാറ്റ്സ് എന്ന് പറയുന്നത് കോമയിൽ തുടങ്ങും. ഓക്കെ, കോമയിട്ട് വൈൽ കൺജങ്ഷൻ എഴുതി. വയലിന് ശേഷം സബ്ജക്റ്റ് വരും, ഡാറ്റ, അക്യൂസാറ്റീവ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വെർബ് പോകുന്നത്. മെയിൻ വെർബോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബാണോ, ഏത് വെർബാണോ വരേണ്ടത്, സെക്കൻഡ് പൊസിഷനിൽ വരേണ്ട വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക്. ഇപ്പോൾ മൊഡാലാണെങ്കിൽ മൊഡാല, ഹെൽപ്പിംഗ് വെർബാണെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, ഏത് വെർബാണോ വരുന്നത് ആ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഓക്കെ, മെയിൻ വെർബ് മാത്രമുള്ളെങ്കിൽ മെയിൻ വെർബ്. ഈ ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകുന്നത് ഏത് വെർബാണോ ആ വെർബിനെ നമ്മൾ സബ്ജക്റ്റ് വെച്ച് കോഞ്ചുഗേറ്റ് ചെയ്തിട്ട് വേണം ലാസ്റ്റ് പൊസിഷനിലേക്ക് ഇടാൻ. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, വൈലോ ദായോ ആണ് വരുന്നതെങ്കിൽ അതൊരു നെയ്ബൻസാറ്റ്സ് കൺജങ്ഷൻ ആണെന്ന് പറഞ്ഞു. ഈ നെയ്ബൻസാറ്റ്സ് കൺജങ്ഷൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷനിൽ വരേണ്ട വെർബ് അല്ലേ, സബ്ജക്റ്റിനോട് ചേർന്ന് വരേണ്ട വെർബിനെ അവരവിടെ നിന്ന് എടുത്തു മാറ്റി ഏറ്റവും ലാസ്റ്റ് കൊണ്ടിടും. ഓക്കെ, അതിപ്പോൾ ഒരു മെയിൻ വെർബും ഉണ്ട് പ്ലസ് ഒരു മൊഡാൽ വെർബും ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ പോലും ആ മൊഡാൽ വെർബിനെ എടുത്ത് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോയിടും. കോഞ്ചുഗേറ്റ് ചെയ്ത് ഫോമിൽ തന്നെ ആയിരിക്കും അവർ കൊണ്ടുപോയിടുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ അതുപോലെ ഇപ്പോൾ വൈൽ ദായ് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇത് വെർബ് കോമ വെർബ് റൂളിലേക്ക് വരും. അതായത് വൈൽ ദ നമ്മളിവിടെ പറഞ്ഞ ഇതേപോലെ ഇതേ സെൻറ്റൻസ് സ്ട്രക്ചർ ആദ്യം എഴുതുക. ഓക്കെ, ഇത്ര എഴുതി. അപ്പോൾ നെയ്ബൻസാറ്റ്സ് ആദ്യം എഴുതി കഴിഞ്ഞ് വെർബിലാണല്ലോ എൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു കോമ ഇടുക. കോമ ഇട്ട് കഴിഞ്ഞ് ഹൗപ്സാറ്റ്സിലെ വെർബിനെ ആദ്യം എടുത്ത് എഴുതുക. അതിനാണ് ഈ വെർബ് കോമ വെർബ് റൂൾ എന്ന് പറയുന്നത്. കണ്ടോ, വെർബ് പിന്നെ ഹൗപ്സാറ്റ്സിലെ മെയിൻ വെർബിനെ എടുത്ത് എഴുതാം. വെർബ് പിന്നെ സബ്ജക്റ്റ് പിന്നെ ഡാറ്റ പിന്നെ അങ്ങനെ എഴുതും. എക്സാമ്പിൾ നോക്കി, ഐ ലേൺ ജർമ്മൻ ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ജർമ്മനി അല്ലേ. അപ്പം ഇഷ് ലേൺ ഡോയിച്ച് എന്നാണ് ഐ ലേൺ ജർമ്മൻ എന്നുള്ള. ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ജർമ്മനി എന്നാണെങ്കിൽ ഇഷ് മോchte nach Deutschland gehen. ഇത് രണ്ട് സെപ്പറേറ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നതല്ലേ. ഇനി അവരെ നമുക്ക് വൈൽ എന്ന കണക്ടർ വെച്ച് ഒരു ഒറ്റ സെൻറ്റൻസ് ആക്കാം. അപ്പോൾ ഹൗപ്സാറ്റ്സ് ഇഷ് ലേൺ ഡോയിച്ച് കോമ വൈൽ ഇഷ് മോchte എന്ത് ചെയ്യും നമ്മൾ ലാസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. സെക്കൻഡ് പൊസിഷനിൽ കിടക്കേണ്ട വെർബ് ഏറ്റവും അവസാനം പോകണം. അപ്പോൾ വൈൽ ഇഷ് nach Deutschland gehen മോchte. അതുപോലെ തന്നെ ഇപ്പോൾ വൈൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കണ്ടോ, വൈൽ ഇഷ് nach Deutschland gehen മോchte. കണ്ടോ, ഈ മുകളിൽ എഴുതിയിരിക്കുന്ന അതേപോലെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, വൈൽ ഇഷ് nach Deutschland gehen മോchte. അത് കഴിഞ്ഞ് ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്, ഹൗപ്സാറ്റ്സിനാണ് വ്യത്യാസം വരുന്നത് വൈൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ.
ഹൗപ്റ്റ്സാറ്റ്സിൽ സെക്കൻഡ് പൊസിഷനിൽ കിടക്കേണ്ട വെർബിനെ എന്ത് ചെയ്യും? മുന്നോട്ടെടുത്ത് എഴുതണം. അതായത് വെർബ് കോമ വെർബ് ആവണം. വെർബായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹൗപ്റ്റ്സാറ്റ്സ്. അപ്പോൾ ലേർനെ ഇഷ് ഡോയ്ച്ച് എന്ന് വരും. രണ്ടും കോഞ്ചുഗേറ്റ് ആണ്. മോക്സ്റ്റയും ലേർനെ കോഞ്ചുഗേറ്റ്. ഇഷ് ആണ് ഇവിടെ രണ്ട് സബ്ജക്റ്റ്. അപ്പം മോക്സ്റ്റയും ലേർനെ. അടുത്ത നോക്കിയോ, ഐ ആം ടയർഡ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് വെൽ. ഇഷ് ബിൻ മ്യൂഡേ weil ich nicht gut geschlafen habe. അല്ലേ? അത് നമുക്ക് അല്ലെങ്കിൽ പറയാം weil ich nicht gut geschlafen. ഇവിടെ geschlafen ആണ്. geschlafen habe എന്താണ്? bin ich müde. അതുമല്ല നമ്മൾ ദാ വെച്ചാണെങ്കിൽ da ich nicht gut geschlafen habe bin ich müde. നമ്മൾ ദേൻ അല്ലേ, A1 കണക്ടർ ദേൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ദേൻ വരുവാണെങ്കിൽ എങ്ങനെയാ? ഇഷ് ബിൻ മ്യൂഡേ ദേൻ ഇഷ് schlafe nicht gut. അല്ല, ദേൻ വരുമ്പം നമ്മൾ എന്താ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്? രണ്ട് സാധാരണ എഴുതുന്ന വെർബ്, സാധാരണ നമ്മൾ എങ്ങനെയാണോ എഴുതുന്നത് രണ്ട് സെൻറ്റൻസ്, ആ രണ്ട് സെൻറ്റൻസ് അതേപോലെ എഴുതുക. അതായത് സെക്കൻഡ് പൊസിഷനിൽ വെർബ് ഇട്ട് തന്നെ എഴുതുക രണ്ടിലും. എന്നിട്ട് ആ ദേൻ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ വൈലും ദായും വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വെർബിനെ ലാസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ വി ഹാവ് നോ മണി ബിക്കോസ് വി ഹാവ് നോ വർക്ക്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. ഒന്ന് പോസ് ചെയ്യാന്നിട്ട് നോക്കാം. വി ഹാവ് നോ മണി ബിക്കോസ് വി ഹാവ് നോ വർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? വി ഹാബിൻ കൈൻ ഗെൽഡ്. നോ മണി. അപ്പം മണി എന്ന നൗണിൻ്റെ ആബ്സെൻസ് കാണിക്കുന്നത്. ആ മണീനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൈൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ വി ഹാബിൻ കൈൻ ഗെൽഡ് കോമ while wir keine Arbeit haben. കണ്ടോ? while wir haben keine Arbeit എന്നുള്ളതിൻ്റെ ഹാബൻ എവിടെ പോയി? while വന്നുകൊണ്ട് ലാസ്റ്റ് പൊസിഷനിലേക്ക്. അപ്പോൾ while വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ while wir keine Arbeit haben. പിന്നെ കണ്ടോ, ഈ ഹൗപ്റ്റ്സാറ്റ്സിലെയും വെർബ് എന്ന് പറയുന്ന ഹാബൻ ആട്ടോ. അപ്പോൾ ഹാബനെ മുന്നോട്ട് ഇടണം. haben wir kein Geld. കണ്ടോ, അതങ്ങനെയാണ് വെർബ് കോമ വെർബ് റൂളിലേക്ക് വരുന്നത്. ഓക്കെ, വൈല് ദായോ ഏത് വേണേലും യൂസ് ചെയ്യാൻ. ദാ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മുന്നിലിട്ട് പറയാനാട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ദാ വെച്ച് പറയാനാണ് കൂടുതലും നല്ലത്. ആ ഒരു വേ ഓഫ് യൂസേജ് വരുന്നത് ദാ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാറാണ് പതിവ്. ഐ കം ലേറ്റ് ബിക്കോസ് ഐ ആം സിക്ക്. പോസ് ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. ഇഷ് komme spät weil ich krank bin. അല്ലേ? അല്ലെങ്കിൽ വൈല് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ? weil ich krank bin komme ich spät. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കോഞ്ചുഗേറ്റഡ് വെർബ് ഇൻ സബോർഡിനേറ്റ് ക്ലോസ് ഗോസ് ടു ദ ലാസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഈ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായിരിക്കും വൈല് വെച്ച് പറയാം. വൈ, എന്തുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് വരുന്നത്? കാരണം എനിക്ക് പനിയാണ്. എൻ്റെ തൊട്ട് മുകളിൽ സെൻറ്റൻസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് പൈസ ഇല്ലാത്തത്? കാരണം എനിക്ക് വർക്കില്ല, ജോലിയില്ല. അല്ലേ? അപ്പോൾ വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കും വൈയിൽ വെച്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ കോഞ്ചുഗേറ്റഡ് വെർബ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കേണ്ട വെർബ് സബോർഡിനേറ്റ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ എന്താവും? ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. സെൻറ്റൻസിൻ്റെ അവസാനം കോഞ്ചുഗേറ്റഡ് ഫോമിൽ വേണം പോകാനും. ഇപ്പോൾ പക്ഷെ നേബൻസാറ്റ്സ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ, ആ സെൻറ്റൻസ് തുടങ്ങുന്നത് തന്നെ കൺജങ്ഷൻ വെച്ചാണെങ്കിൽ വെർബ് കോമ വെർബ് റൂളിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പോൾ മരിയ ഡസ് നോട്ട് ഗോ ടു സ്കൂൾ ബിക്കോസ് ഷീ ഈസ് ലേസി. പിന്നെ മരിയ ഗേറ്റ് zur Schule weil sie faul ist. ഇവിടെ കണ്ടോ, മരിയ എന്നുള്ള പേര് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മരിയ ഗേറ്റ് zur Schule nicht ആണ്. nicht നമ്മൾ എഴുതിയിട്ടില്ല. ഗേറ്റ് nicht zur Schule ഡസ് നോട്ട് ഗോ എന്നാണല്ലോ. അപ്പോൾ nicht zur Schule weil sie faul ist അല്ലേ? അപ്പോൾ നമ്മൾ വൈൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ വേണം മരിയ എന്നുള്ള ആഡ് ചെയ്യാൻ കേട്ടോ. while Maria faul ist geht sie nicht zur Schule എന്ന് വേണം ആഡ് ചെയ്യാൻ. കാരണം നമ്മൾ ആദ്യം ഏത് സെൻറ്റൻസ് ആണോ പറയുന്നത് അതിൻ്റെ അകത്ത് വേണം നമ്മൾ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ആലോചിക്കുക, ബിക്കോസ് ഷീ ഈസ് ലേസി മരിയ ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ എന്താ നമുക്ക് തോന്നും, ഓക്കെ അവളും മടിയായതുകൊണ്ട് മരിയ പോകുന്നു. രണ്ടും രണ്ടാളായിട്ട് തോന്നും. ഒരു കാര്യം ശ്രദ്ധിക്കും, ഇപ്പോൾ പേര് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൽ വേണം നമ്മൾ പേര് ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബിക്കോസ് മരിയ ഈസ് ലേസി ഷീ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ മരിയ ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ ബിക്കോസ് ഷീ ഈസ് ലേസി. ക്ലിയർ ആയല്ലോ അല്ലേ? ആ പേരിൻ്റെ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത മൊഡാൽ വെർബ് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഓൾറെഡി ഒരു മൊഡാൽ വെർബ് വെച്ച് ആദ്യം തന്നെ നോക്കിയായിരുന്നു. അപ്പോൾ വി ആർ സ്റ്റഡിങ് ജർമ്മൻ ബിക്കോസ് വി വോണ്ട് ടു ഗോ ടു ജർമ്മനി.
വോണ്ട് എന്ന വെർബ് വന്നിട്ടല്ലേ മൊഡാൽ വെർബ്. അപ്പോൾ വി wollen nach Deutschland gehen, we want to go to Germany എന്നുള്ള. അപ്പോൾ wir studieren Deutsch while wir ആണ് വന്നേക്കുന്നത്. അപ്പോൾ while wir nach Deutschland gehen wollen. Okay, അത് he can't come along because he have to work. kann nicht mitkommen. കണ്ടോ, mitkommen എന്നുള്ള mitkommen തന്നെയായിട്ട് യൂസ് ചെയ്യും, കാരണം കാൻ വന്നുകൊണ്ട്. അല്ലെങ്കിൽ he comes along എന്നായിരുന്നെങ്കിൽ kommt mit എന്ന് വന്നേനെ കേട്ടോ. അതായത് നമ്മൾ മുറിച്ച് തന്നെ എഴുതണം. അപ്പോൾ while arbeiten muss, ആയതുകൊണ്ട് മുസ്. അപ്പോൾ while arbeiten muss. അപ്പോൾ while വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ while രണ്ടും he തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. while arbeiten muss kann nicht mitkommen. ഓക്കെ, അല്ല, I am not eating the food because I don't like it. ട്രൈ ചെയ്യുക. I am not eating the food because I don't like it. ഇങ്ങനെ ഒരു essay das Essen nicht, weil ich nicht mag. Weil ich es nicht mag എന്ന് പറഞ്ഞാൽ while I don't like it എന്നുണ്ടല്ലോ. അപ്പോൾ while ich es nicht mag. ഓക്കെ, അടുത്ത we are not coming because we don't have a car. എങ്ങനെയായിരിക്കും എഴുതുക? പോസ് ചെയ്ത് എഴുതുക. അപ്പോൾ wir kommen nicht weil wir kein Auto haben, അല്ലെങ്കിൽ weil wir kein Auto haben kommen wir nicht. Okay, അടുത്ത he is staying at home because it is raining now. പോസ് ചെയ്ത് എഴുതുക. bleibt zu Hause weil es jetzt regnet. അല്ല, at home എന്നുള്ളത് zu Hause എന്നാണ് പറയേണ്ടത്. weil es jetzt regnet bleibt zu Hause. I love chocolate because it is delicious. പോസ് ചെയ്യുക, എഴുതുക. Ich liebe Schokolade weil es lecker ist, അല്ലെങ്കിൽ weil es lecker ist liebe ich die Schokolade. I drink water because it's hot. I drink water because it is hot. Ich trinke Wasser weil es heiß ist, അല്ലെങ്കിൽ weil es heiß ist trinke ich Wasser. അല്ല, I go to bed early because I get up at 6 o'clock. Aber ich gehe früh zu Bett weil ich 6 Uhr aufstehen. Okay, അടുത്തത് I did not eat food because I have a lot of work. പോസ് ചെയ്യുക, എഴുതുക. Ich habe das Essen nicht gegessen weil ich viel Arbeit habe, അല്ലെങ്കിൽ weil ich viel Arbeit habe habe ich das Essen nicht gegessen. Okay, just വേറൊന്നുമില്ല. while and da is used to say the reason, and ഇതൊരു കൗസാൽ സൈറ്റ്സ് ആണ്. കൗസാൽ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് റീസൺ, എന്തുകൊണ്ടാണ്, കാരണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ കൗസാൽ സൈറ്റ്സ് എന്ന് പറയുന്നത്. കൗസാലിസ് സൈറ്റ്സ്. ഓക്കെ, എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെയുള്ള ഉത്തരവായിരിക്കും ഇത് തരുന്നത്. അതുപോലെ വെർബ് പൊസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. നെബൻസാറ്റ്സ് വരുമ്പോൾ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും, കോഞ്ചുഗേറ്റഡ് ഫോമിൽ. ഓക്കെ, I can come along because I cannot come along because I have to work. Und ich kann nicht mitkommen weil ich arbeiten muss. അല്ലാതെ weil ich arbeiten muss kann ich nicht mitkommen. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ലായിരിക്കും. ഓക്കെ, ചൂസ്.